FCRA അമെൻമെൻറ്റ് ബില്ല് ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് എടുക്കാൻ പോവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഏതാണ്ട് 3 മണിക്കൂർ സമയമാണ് ലോക്സഭയിൽ ചർച്ചയ്ക്കായിട്ട് നീക്കിവെച്ചിട്ടുള്ളത്. കേരളത്തിലെ എംപിമാരെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കേരളത്തിലാണ്. ഈ ലോക്സഭയുടെ പാർലമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്കാർക്കും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ഇലക്ഷൻ പ്രചരണം ഏതാണ്ട് ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ഇന്ന് ഡൽഹിക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുവാനും ഈ ബില്ലിന്മേലുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുവാനും വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ മഗർദ്വാർ ഗേറ്റിൽ 10:30 ഇന്ന് പ്രതിപക്ഷ എംപിമാർ ഈ ബില്ലിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതാണ്. ഞങ്ങളോട് എല്ലാ പരിപാടികളും നിർത്തിവെച്ച് ഇന്ന് രാവിലെ തന്നെ ഡൽഹിയിലെത്താൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. കാരണം ഈ ബില്ലിൻ്റെ ചർച്ചയിലുടനീളം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാനും ഈ ബില്ല് പാസ്സാക്കുന്നതിനെ എന്ത് വില കൊടുത്തും തടയാനും വേണ്ടിയാണ് ഞങ്ങളോട് കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരോട് ഡൽഹിയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഞങ്ങൾ മാറ്റിവെച്ചിട്ട് മിക്കവാറും എല്ലാ എംപിമാരും കോൺഗ്രസിൻ്റെയും അതുപോലെ ഘടകകക്ഷി RSP പ്രേമേന്ദ്രൻ എത്തിയിട്ടുണ്ട്. അതുപോലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മറ്റ് കേരള കോൺഗ്രസ് പാർട്ടികളുടെ എംപിമാരും ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ FCRA അമെൻമെൻറ്റ് ബില്ല് ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടന വിരുദ്ധമാണ്. വഖഫ് ബോർഡ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്ന് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ സ്വത്തവകാശത്തിൽ കൈകടത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചതുപോലെ ഇത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെയും പ്രത്യക്ഷമായും പരോക്ഷമായും അവരുടെ സ്ഥാപനങ്ങളെ കൈയടക്കുവാനുള്ള നിയന്ത്രിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ധൃതി പിടിച്ച് ഈ FCRA ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടവരെ ചർച്ച ചെയ്യുകയോ പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച ചെയ്യുകയോ സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ചർച്ച ചെയ്യുകയോ ഇത് ബാധിക്കുന്ന ഇന്ത്യയിലെ ഒട്ടേറെ സന്നദ്ധ സംഘടനകളുണ്ട്. ആ സംഘടനകളുമായി ചർച്ച ചെയ്യാതെ ധൃതി പിടിച്ച് ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബില്ല് പാസ്സായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ പ്രത്യേകിച്ചും ആദിവാസി വിഭാഗങ്ങളെയാണ്. പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ ധാരാളം NGOമാർ പ്രവർത്തിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് NGOമാരാണ് ഈ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയമം പാസ്സാകുന്നതോടുകൂടി ആ NGOമാരുടെ അവരിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആദിവാസികളുടെ ഇടയിലും മറ്റ് അധസ്ഥിത വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവർ നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സംഭാവനകളും ഇല്ലാതാവാൻ പോവുകയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ FCRA ഇന്ന് ലഭിക്കുന്ന സഹായം കൊണ്ടാണ് അവർ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിലും നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ചില്ലറ ഏതെങ്കിലും ഈ FCRA ഫണ്ടിന്റെ വിനിയോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്ന തുകയിൽ എന്തെങ്കിലും ഇത് വന്നാൽ അതിൻ്റെ കണക്കുകളിലും ഓഡിറ്റിങ്ങിലും ഒക്കെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വന്നാൽ അത് ഏറ്റെടുക്കാൻ വരെ ആ സ്ഥാപനങ്ങളെ ഏറ്റെടുക്കാൻ വരെ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ള ഒരു ബില്ലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെല്ലാം തന്നെ ഇതിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ്. ക്രൈസ്തവ സഭകളെല്ലാം ഒന്നടങ്കം എതിർത്തിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ ഈ സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ NGO സംഘടനകളൊക്കെ തന്നെ ഈ ബില്ലിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ്. ഈ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ധൃതി പിടിച്ച് ഈ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് അത് ദുഷ്ടലാക്കോട് കൂടിയാണ്. അത് ചില വിഭാഗങ്ങളെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഇതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും.